അങ്ങനെ ആടുജീവിതം കണ്ടു. ആടുജീവിതം നമുക്കറിയാം, ബെന്യാമിൻ എഴുതിയ ഒരു പ്രശസ്ത നോവലാണ്. 2008 ഇറങ്ങിയ ഒരു നോവലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു പോയ ഒരു നോവൽ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ബെന്യാമിൻ എഴുതിയ ആ ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഞാനിന്ന് പോയി കണ്ടു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആ പുസ്തകം വായിച്ച നമുക്കെല്ലാവർക്കും നജീബിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. സൗദി അറേബ്യയിൽ ജോലിക്ക് പോയ നജീബ് തെറ്റായ അറബിയുടെ അടുത്ത് പോയി പെട്ട് അവിടെ അടിമയായിട്ട് 2-2.5 വർഷത്തോളം അവിടെ കുടുങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം അവിടെ ജീവിതത്തിൽ അനുഭവിച്ച ആ ഒരു ദുരിതങ്ങളും ആ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കാൻ നിന്ന ആ ഒരു സമയത്ത് അദ്ദേഹം നേരിട്ട വേദനാജനകമായ അവസ്ഥകളൊക്കെയാണ് ആ ഒരു നോവലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നോവലിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ചിത്രം ഇറക്കിയിരിക്കുന്നത്. എങ്കിലും ഈ ചിത്രം പൂർണ്ണമായിട്ടും ആ നോവലിലുള്ളതുപോലെയല്ല ചെയ്തിരിക്കുന്നത്. ബ്ലസ്സി തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിരുന്നു, ഒരിക്കലും നോവൽ പോലെ തന്നെ നമുക്ക് ആ ചിത്രം എടുത്തു വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ബ്ലസ്സിയുടേതായിട്ടുള്ള രീതിയിൽ ആ ചിത്രത്തിന് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ബേസിക് സ്റ്റോറി അതൊക്കെ തന്നെയാണ്. പൃഥ്വിരാജ് സുകുമാരനാണ് ഇതിനകത്ത് നായകനായിട്ട് എത്തിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എനിക്കങ്ങ് എന്താ പറയുക, അതിൻ്റെ പുള്ളിയുടെ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് അദ്ദേഹം അവിടെ പോയി കുടുങ്ങി, പിന്നെ കുറേ കാലം കഴിഞ്ഞ് താടിയൊക്കെ വന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് തൊട്ട് മുന്നേ ഷർട്ട് വരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം കാണാൻ തന്നെ നമുക്ക് പറ്റൂല. ആ രീതിയിൽ പുള്ളി മെലിഞ്ഞ് ഉണങ്ങി നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ നെഞ്ചുംകൂട്, ആ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ആ എല്ലുകളൊക്കെ നമുക്ക് കൃത്യമായി തെളിഞ്ഞ് കാണാം. അത്ര ഇതായിട്ടാണ് പുള്ളി അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. അത് എന്തായാലും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയൊക്കെ മെലിഞ്ഞ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് പുള്ളി ആ പരിപാടി ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല പുള്ളിയുടെ അതിൻ്റെ അകത്ത് പെർഫോമൻസ്, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു കുറച്ച് കേരളത്തിൽ കാണിക്കുന്ന ഒരു കുറച്ച് രംഗങ്ങളുണ്ട്. അതായത് നായികയായിട്ടുള്ള അമലാപോളും ഒക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് രംഗങ്ങൾ അവിടെ കേരളത്തിൽ വന്ന ആ ഒരു സീനാണേലും ഒട്ടും അധികമാക്കാതെ വളരെ മിതമായിട്ടുള്ള രീതിയിൽ വളരെ നാച്ചുറലായിട്ട് പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരുഭൂമിയിൽ പോയി കുടുങ്ങിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് പുള്ളി സംസാരിക്കുന്ന ഒരു ലാംഗ്വേജും സ്റ്റൈലും ഒക്കെ ഉണ്ട്. അതായത് സംസാരിക്കാത്ത ഒരാൾ, അതായത് അവിടെ ആരോട് സംസാരിക്കാനില്ല, പുള്ളിക്ക് ആപ്പാടെ ഈ ആടുകളോടും മറ്റ് ജീവികളോടും മാത്രമേ സംസാരിക്കാനായിട്ടുള്ളൂ. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഭക്ഷണമാണേലും വളരെ കുറച്ച് ഭക്ഷണം മാത്രം, അതും ഈ കുബൂസും ആട്ടുംപാലും മാത്രം കുടിച്ചാണ് അദ്ദേഹം ഈ 2-2.5 വർഷം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. തൊണ്ടയൊക്കെ വരണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയെന്നുള്ള ഒരു സൗണ്ട്, ആ ഒരു സൗണ്ടിൻ്റെ ടോണ് പോലും വളരെ ഗംഭീരമായിട്ട് പുള്ളി ഇതിൻ്റെ അത് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ്. നമുക്കത് കാണുമ്പോൾ നമുക്ക് തന്നെ തൊണ്ടയൊക്കെ ഒന്ന് വരളും. നമുക്ക് ഈ ഒരു പുള്ളി പറയുന്ന ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തന്നെ തൊണ്ടയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്ന പോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇബ്രാഹിം ഖാദ്രി എന്ന് പറയുന്ന ഒരു വേഷത്തിൽ എത്തിയിരിക്കുന്നത് ജിമ്മി ജീൻ ലോയിസ് എന്ന് പറഞ്ഞ ഒരു വിദേശ ആക്ടറാണ്. അദ്ദേഹവും വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹക്കിം എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് KR ഗോകുൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനോട് തന്നെ കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിങ് പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ. പ്രത്യേകിച്ച് ഇവരുടെ അവസാനത്തെ ആ രക്ഷപ്പെടലിന്റെ ആ ഒരു സമയത്തൊക്കെയുള്ള പുള്ളിക്കാരൻ്റെ ആ ഒരു പെർഫോമൻസും സംസാരവും, അതുപോലെ തന്നെ അതിനുശേഷം ഒരു മരണത്തോട് മല്ലടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സമയത്തൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി ശരിക്കും മരിച്ചു എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരു അസാധ്യ പെർഫോമൻസ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പൃഥ്വിരാജിൻ്റെ ഒക്കെ യജമാനായിട്ട് അഭിനയിക്കുന്ന കഫീൽ താലിബ് അൽ ബലൂസി, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. അതുപോലെ തന്നെ അമലാപോളിന്റെ പെർഫോമൻസും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേരളത്തിലുള്ള സീൻ, അതായത് നജീബിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് മുഴുവനും മരുഭൂമിയിലെ കാഴ്ചകളും മരുഭൂമിയിലെ ജീവിതവും മരുഭൂമിയിലെ യാതനകളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ആടുജീവിതം തന്നെയാണ് അതിൻ്റെ അകത്ത് മെയിൻ സ്റ്റോറി. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറാണ്. സുനിൽ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ഓരോ ഷോട്ടുകളും ഓരോ സീനുകളും കൃത്യമായിട്ട് തന്നെ പുള്ളി അതിൻ്റെ അകത്ത് ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു ഒട്ടകത്തിൻ്റെ കണ്ണിലെ സീനുകളൊക്കെ ഉണ്ട്. മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുന്നേ നജീബ് ഒട്ടകത്തോട് പോകുക എന്ന് പറയുമ്പോൾ ആ ഒരു ഒട്ടകത്തിൻ്റെ ഒരു നോട്ടം കാണിക്കുന്ന ഒരു സീനുണ്ട്.
കണ്ണിക്കൂടെ കാണിക്കുന്ന ഒരു രംഗം അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുകന്മാർ അറ്റാക്ക് ചെയ്യുന്ന ഒരു രംഗങ്ങൾ വളരെ മികച്ചതായിരുന്നു. അങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇത്തരം സർവൈവൽ ത്രില്ലറിന് സിനിമാറ്റോഗ്രാഫിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് എഡിറ്റിംഗ്. ശ്രീകർ പ്രസാദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി നമുക്കറിയാം വളരെ മികച്ച ഒരു എഡിറ്ററാണ്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു എഡിറ്ററാണ്. ആ ഒരു എഡിറ്റിംഗ് സ്കില്ല് ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ കാണാനുണ്ട്. പ്രത്യേകിച്ച് പല ട്രാൻസ്ഫോർമേഷനാണ്, അതായത് മരുഭൂമിയിൽ വെള്ളം ഒഴുകുന്ന ഒരു സീൻ കാണിച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നേരെ നമ്മുടെ കേരളത്തിലെ ഒരു പുഴ സൈഡൊക്കെ കാണിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷനൊക്കെ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് റസുൽ പൂക്കുട്ടിയും അതുപോലെ തന്നെ വിജയകുമാർ എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് സൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ലൈവ് സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗവും യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ ഇതിൻ്റെ അകത്ത് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഷർട്ടിൻ്റെ അകത്ത് കാറ്റൊക്കെ അടിച്ചിട്ട് കേൾക്കുന്ന ഒരു സൗണ്ടൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ആ സൗണ്ട് കേട്ടപ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടാണെന്ന് ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു പോയി. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഷർട്ടിൽ, അതായത് പുള്ളി കുറേ നാൾ ഇട്ടിട്ട് ഊരാതിരിക്കുന്ന ഒരു ഷർട്ടിൽ കാറ്റടിച്ചിട്ട് ആ ഷർട്ട് കിടന്ന് ഇളകുന്ന ഒരു സൗണ്ടാണ് ആ കേൾക്കുന്നത്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് തന്നെ വേണം പറയാൻ. വളരെ മികച്ചതായിട്ട് തന്നെ സൗണ്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് എ.ആർ. റഹ്മാൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്കോറും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി അറിഞ്ഞ് തന്നെ ഇതിൻ്റെ അകത്ത് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആ ഒരു മ്യൂസിക്കൽ ജേണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മ്യൂസിക് നമ്മളൊരു പ്രത്യേക ലെവലിലേക്ക് ഈ ഒരു സിനിമയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സീനിലും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ സീനിൻ്റെ ഒരു ഡെപ്ത് കൊണ്ടുവരാൻ മ്യൂസിക്കിന് വല്ലാണ്ട് സാധിച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. പല സീനുകൾ കാണുമ്പോൾ നമുക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു വികാരം നമുക്ക് ഉള്ളിലേക്ക് അങ്ങ് കയറി വരും. നമുക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ആ ഒരു സീനിലേക്ക് അങ്ങ് ആക്കുവാണ്. അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് എ.ആർ. റഹ്മാൻ തന്നെയാണെന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ പറയാം. നമ്മൾ എന്തൊക്കെ വിഷ്വൽ കാണിച്ചെന്ന് പറഞ്ഞാലും മ്യൂസിക് കൊളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പാളിപ്പോകും. പക്ഷേ എ.ആർ. റഹ്മാൻ്റെ കയ്യിൽ ഈ സംഭവം സേഫായിട്ട് തന്നെ ഉണ്ട്. പുള്ളി അത് വളരെ മികച്ചതായിട്ട് തന്നെ ഇതിൻ്റെ അത് അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ അത് ഫീൽ ചെയ്യുകയും ചെയ്യും. ആ മ്യൂസിക് ആണെങ്കിലും പെരിയോനെ എന്ന് പറഞ്ഞ സോങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. എനിക്കത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കേൾപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിപ്പോയി. ആ രീതിയിൽ ഒരു വല്ലാത്തൊരു ഫീലുള്ളൊരു പാട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ആ മരുഭൂമിയിലെ രക്ഷപ്പെടലിലെ ആ ഒരു സമയത്ത് ഒരു വല്ലാത്തൊരു പാട്ട് തന്നെയാണ്. അത് ഭയങ്കര ഫീല് നമുക്ക് തരും. എനിക്ക് തോന്നുന്നില്ല ആർക്കും കരയാതിരിക്കാൻ പറ്റുമെന്ന്. ആ രീതിയിലാണ് ഇത് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നജീബായിട്ട് പുള്ളി ഇതിനകത്ത് ജീവിക്കുമായിരുന്നു തന്നെ വേണം പറയാൻ. പുള്ളി ആക്ട് ചെയ്തിട്ടില്ല, 1% പോലും ആക്ട് ചെയ്തിട്ടില്ല. പുള്ളി അതിനുവേണ്ടി തന്നെ ശരീരം അതുപോലെ മെലിഞ്ഞ് 10-35 കിലോ ഒക്കെ കുറച്ച് പുള്ളി ഇതിനുവേണ്ടി വല്ലാണ്ട് ട്രാൻസ്ഫോം ചെയ്ത് ഈ ഒരു കോലത്തിനായി നിന്നിട്ടുണ്ട്. അത് തന്നെ പുള്ളിയുടെ ആക്ടിങ് പെർഫോമൻസിലും കാണാനുണ്ട്. ഒരാൾ മെലിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്തൊക്കെ റിയാക്ട് ചെയ്യുന്നുള്ളത് പുള്ളി റിയലായിട്ട് തന്നെ ഭക്ഷണം കഴിക്കാതിരുന്ന് തന്നെ പുള്ളിയാണ് അതിൻ്റെ അകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഡെപ്താണ് ഇതിൻ്റെ അകത്ത്. പുള്ളിയുടെ ആക്ടിങ്ങിന് ഒരു നാഷണൽ അവാർഡിൽ കുറഞ്ഞതൊന്നും ഈ പ്രാവശ്യം ഇല്ല. ഓസ്കാർ അവാർഡൊക്കെ നമുക്കറിയത്തില്ല. പക്ഷേ അതിനുള്ള സാധ്യതകളൊക്കെ 100% ഉള്ള ഒരു സിനിമ തന്നെയാണ്. എല്ലാം കൊണ്ടും 2008 ഈ ഒരു നോവൽ ഇറങ്ങിയതിന് ശേഷം ബ്ലെസ്സി ഇത് സിനിമയാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ 16 വർഷത്തെ ഒരു ശ്രമത്തിൻ്റെ ഒടുവിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു സിനിമയ്ക്ക് വേണ്ടി 16 വർഷമൊക്കെ ഒരു സംവിധായകൻ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താണ് ഇത്രയും വർഷമൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി കളയാന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പുള്ളി 16 വർഷം എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ റിച്ച് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ ഒറിജിനൽ ആ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്ന പോലെ നല്ല എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിലാണ് പോയിരുന്ന സിനിമ കണ്ടെങ്കിൽ പോലും ഈ മരുഭൂമിയിലെ സീൻ്റെ ആ ഒരു സമയത്തൊക്കെ ഞാനിരുന്ന് വേർക്കുമായിരുന്നു. എ സി ഇല്ലാതിരുന്നിട്ടാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരിക്കലും അല്ല, AC ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ ആ ഒരു മരുഭൂമി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളും കൂടെ ആയ പോലെ ഒരവസ്ഥയിലാണ് നമ്മളവിടെ സിനിമ കാണുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് പൊതുവെ വരുന്നത്. അപ്പോൾ ആ ഒരു വല്ലാത്തൊരവസ്ഥ, നമ്മൾ ചുമ്മാ ഇരുന്ന് അങ്ങ് വേർക്കുക. എന്നാൽ AC ഉണ്ട് താനും. അതായത് നമ്മൾ ആ ഒരു സീനിലേക്ക് ആയി. അതുകൊണ്ടാണ് അത്രത്തോളം നമ്മളെ ആ ഒരു സീനിലേക്ക് പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഓരോ സീനുകളും വളരെ മികച്ചതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. എന്തായാലും കേരളത്തിൽ ഇത് നല്ല രീതിയിൽ ഓടും. കേരളത്തിൽ മാത്രമല്ല പുറത്തും ഇതെല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാർക്കും കാണാൻ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു സിനിമയാണ്. ലാംഗ്വേജിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പ്രഷൻസും ആക്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒരു ബാരിയറേ അല്ല. തീർച്ചയായിട്ടും ഇതെല്ലാ ഭാഷയിലും കിടന്ന് ഓടാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ എടുത്തും വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു സർവൈവൽ ത്രില്ലർ തന്നെയാണ്. നജീബിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ
ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്യുന്നുണ്ട്. ഈ നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് നേരിട്ട് ഞാൻ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു സിനിമ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലസ്സി അല്ലാണ്ട് വേറെ ആര് ചെയ്താലും ഇതുപോലെ ആവില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ബ്ലസ്സിയും പൃഥ്വിരാജും എ.ആർ. റഹ്മാനും അല്ലാതെ വേറെ ആരും, ഇത് ഒരു മാജിക്കൽ കോംബോ തന്നെയാണ്. അവരല്ലാതെ വേറെ ആര് അവരുടെ ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്താലും ഈ ഒരു സിനിമ ഹിറ്റാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും തീർച്ചയായിട്ടും കുടുംബം അടക്കം തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. റിയലായിട്ട് നമുക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തരുന്ന പടം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ.